സവിശേഷമായ ശക്തികളുള്ള ഇന്ന് നമുക്ക് ഭയങ്കരമായ മാജിക്കൽ പവേഴ്സ് എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ അമാനുഷിക ശക്തികളുള്ള ധാരാളം സിദ്ധന്മാരും യോഗികളും ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഒരു യോഗിയാണ്, സിദ്ധനാണ്, ത്രൈലംഗ സ്വാമി എന്നും തെലങ് സ്വാമി എന്നും ചിലയിടത്ത് ത്രിലംഗ സ്വാമി എന്നുമൊക്കെ അറിയപ്പെടുന്ന സ്വാമി ഗണപതി സരസ്വതി. ഒരുപാട് സവിശേഷതകളുള്ള ഒരു സന്യാസിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഏതാണ്ട് 1600-കൾക്ക് ശേഷം 1800-കൾ വരെയാണ്. ഏതാണ്ട് 200 വർഷത്തിലധികം ഇദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം 300 വർഷത്തോളം ജീവിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം പ്രധാനമായിട്ട് വാരണാസിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ശിവഭക്തനായിരുന്നു ഇദ്ദേഹം. ശൈവ സന്യാസിയായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1887 വരെയൊക്കെ അദ്ദേഹം വാരണാസിയിൽ താമസിച്ചിരുന്നു എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസർ, പരമഹംസ യോഗാനന്ദ തുടങ്ങിയവർ ഇദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായും സൂചിപ്പിക്കുകയും പരാമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഇദ്ദേഹത്തെ വാരണാസിയിലെ സഞ്ചരിക്കുന്ന ശിവന്റെ പ്രതിരൂപമായിട്ടാണ് പറഞ്ഞത്. 300 വർഷത്തിനടുത്ത് ആയുസ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിന് ഏതാണ്ട് 140ഓളം കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ അദ്ദേഹം വളരെ കുറച്ചു മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. വെള്ളത്തിനടിയിൽ എത്ര സമയം വേണോ അദ്ദേഹത്തിന് ധ്യാനനിരതനായിട്ടിരിക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിന് അഗ്നിയിൽ നിന്നുള്ള പൊള്ളലേൽക്കുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഇദ്ദേഹത്തിന് അഗ്നിയിൽ നിന്ന് അത്തരം പൊള്ളലുകളോ ശരീരത്തിന് വേദന ഉണ്ടാക്കുന്ന യാതൊരു പരിക്കുകളോ ഉണ്ടാകാറില്ല. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും സ്റ്റോറീസും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയുമാണ്. ഇദ്ദേഹത്തിന്റെ ആ ഒരു സമാധി സ്ഥലമൊക്കെ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ കഴിയും. ആദ്യം ഞാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി പറയാം. അതായത് ഈ പല ഇന്ത്യയിലെ സന്യാസിമാരും വസ്ത്രം ധരിക്കാതെ നടക്കും. ഇപ്പൊ ഈ കുംഭമേളയിലൊക്കെ പലരും വിവസ്ത്രരായിട്ടൊക്കെ വരുമ്പോൾ അപരിഷ്കൃതരാണ് അവര് കാട്ടുവാസികളെ പോലെയാണ്, പുരോഗമനമില്ലാത്ത മനുഷ്യരാണ്, ഇതെന്തൊരു കൾച്ചറാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് ഇന്ത്യയുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണെന്ന് പലർക്കും അറിയില്ല, ബ്രിട്ടീഷുകാർക്കും അറിയില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് പലതരം മനുഷ്യരെ അവരിവിടെ കണ്ടു. അതിലൊരു കൂട്ടരാണ് ഈ ചില ശൈവ സന്യാസിമാര്, അതുപോലെ ചില യോഗികള്, അതുപോലെ നാഗസന്യാസിമാര്, അതുപോലെ തന്നെ നമ്മുടെ ജൈന സന്യാസിമാര്. ഇവരിൽ പലരും വസ്ത്രം ധരിക്കാതെയാണ് നടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവരെ കണ്ടപ്പോൾ വിചാരിച്ചു, എന്തൊരു മനുഷ്യരാണ്, നോക്ക്, ഇപ്പോഴും പ്രാചീന കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്, തികച്ചും അപരിഷ്കൃതരാണ്, നോക്കൂ, വസ്ത്രമൊന്നും ധരിക്കാതെ നടക്കുന്നത് കണ്ടില്ലേ, ഇവരെയൊക്കെ പിടിച്ച് നമുക്ക് നന്നാക്കണം, ഇവരെയൊക്കെ വസ്ത്രം ഇടാൻ പഠിപ്പിക്കണം, അപരിഷ്കൃതരായിട്ടുള്ള ഈ മനുഷ്യരെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പരിശീലിപ്പിക്കണമെന്നൊക്കെ ബ്രിട്ടീഷുകാർ കരുതി. അവർ വിചാരിച്ചത് അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനും തികച്ചും അപരിഷ്കൃതരായ മനുഷ്യർ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നുമാണ്. ത്രിലംഗ സ്വാമിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വസ്ത്രം ധരിക്കാതെ വാരണാസിയിലെ പലയിടങ്ങളിലൂടെയും സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പോലീസ് ഇദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ അപരിഷ്കൃത രൂപമാണ് തോന്നിയത്. വസ്ത്രമൊക്കെ ധരിച്ച് നടക്കേണ്ട സമയത്ത് തുണിയില്ലാതെ ഒരു മനുഷ്യൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണ് പോലീസുകാർ. അപ്പൊ സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പോലീസുകാരോട് പറഞ്ഞു, എനിക്ക് പുറത്തു പോകണം, എനിക്ക് ധ്യാനിക്കാനുള്ളതാണ്, എനിക്ക് എൻ്റെ ദിനചര്യ മുടക്കാൻ പറ്റില്ല. അപ്പോൾ പരിഹാസത്തോടു കൂടി പോലീസുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾ ഇവിടെ കിടന്ന് ചെയ്താൽ മതി, ഈ ജയിലിനകത്ത് കിടന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, ഇതിന് പുറത്തിറങ്ങണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിക്കാം, ഇങ്ങനെ വസ്ത്രമൊന്നും ധരിക്കാതെ താങ്കൾക്ക് ഇവിടെ കറങ്ങി നടക്കാൻ പറ്റില്ല, ഇത് അപരിഷ്കൃതമായ ഇന്ത്യയല്ല, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന നാടാണിത് എന്ന ധാർഷ്ട്യത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പൊ അദ്ദേഹം ഒന്ന് ചിരിച്ചു. പോലീസുകാർ അവിടെ നിന്ന് പോയി. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് ഈ പോലീസുകാർ നോക്കുമ്പോൾ ഈ മനുഷ്യൻ പുറത്ത്, അതായത് ജയിലിന് പുറത്ത് സമാധാനത്തോടെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. പോലീസുകാർ ഞെട്ടിപ്പോയി, കാരണം ലോക്ക് ചെയ്തിരിക്കുകയാണ് ജയില്. ഇദ്ദേഹം എങ്ങനെ അതിന്റെ പുറത്ത് കടന്നു എന്ന് ഇവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിൽ ഉണ്ടായിരുന്ന സന്യാസി പുറത്തിരുന്ന് ധ്യാനിക്കുന്നു. അന്തം വിട്ട് ഓടിയെത്തിയ പോലീസുകാരെ നോക്കി ഇദ്ദേഹം ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. അവരാദ്യം വിചാരിച്ചത് ഒരുപക്ഷെ ഇനി നമുക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ, ലോക്ക് നേരെ വീണ് കാണില്ല, ഒരു കാര്യം ചെയ്യാം, ലോക്ക് ഒന്നുകൂടി നല്ലപോലെ ലോക്ക് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്തി സെക്യൂരിറ്റി കൂട്ടാം. അങ്ങനെ സന്യാസിയെ വീണ്ടും ഇവര് പിടിച്ച് നേരെ ജയിലിൽ കൊണ്ടിടുകയാണ്. നല്ലപോലെ ലോക്ക് വീണു എന്ന് ഉറപ്പുവരുത്തുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ കാവലിൽ നിർത്തുകയാണ്. എന്നാൽ വീണ്ടും സന്യാസി ജയിലിൽ നിന്ന് അപ്രത്യക്ഷനായി. അദ്ദേഹം ജയിലിന് പുറത്ത് കാണുന്നു. ഒരു തവണയല്ല, പലതവണ. ഓരോ തവണ ഇവര് ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു, സെക്യൂരിറ്റി കൂട്ടുന്നു. പക്ഷെ സന്യാസി അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. എങ്ങനെയാണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല.
നിരവധി തവണ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് എന്തോ ബ്രിട്ടീഷുകാർക്ക് ഒരു പന്തികേട് തോന്നി. കാരണം യാതൊരു ഫോഴ്സും അയാൾ ഉപയോഗിക്കുന്നില്ല, യാതൊരു തരത്തിലുള്ള നിയമം അയാൾ നേരിട്ട് ലംഘിക്കുന്നില്ല. അയാൾ അവിടെ നിന്ന് എന്തോ ഒരു ശക്തി ഉപയോഗിച്ച് പുറത്തു പോവാണ്. അയാൾ പുറത്തു പോയിട്ട് അയാൾക്ക് തോന്നുമ്പോൾ കയറി വരികയാണ്. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇയാൾക്ക് നമുക്കറിയാത്ത എന്തോ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്, അയാൾ ഒരു യോഗിയാണ്. ഇവരിതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അവർ ഈ പുറമേ കാണുന്നത് മാത്രമല്ല, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് അവർക്ക് തോന്നി. അങ്ങനെ പിന്നീട് അദ്ദേഹത്തെ അവർ പുറത്തുവിടുകയാണ്. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ അവർ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ ഈ യോഗികൾ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന കാണുമ്പോൾ അവരെ അപരിഷ്കൃതരെന്ന് ഇന്നും നമ്മൾ വിളിക്കും, ഇന്ത്യക്കാർ വിളിക്കും. കാരണം നമുക്ക് തന്നെ അറിയില്ല അവർ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിക്ക് അത് ഉൾക്കൊള്ളാനും പറ്റില്ല. ഒരു വസ്ത്രമില്ലാതെ ഒരാൾ നമ്മുടെ നാട്ടിൽ കൂടെ നടന്നു പോകുന്നത് പൊതുവേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനിപ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമെങ്കിൽ പോലും, നമ്മൾ വലിയ ആദർശവാനാണെങ്കിൽ പോലും, അത് നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഇന്നത്തെ രൂപത്തിന് ഒട്ടും യോജിച്ചതല്ല എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അവരെന്തിനാണ് അത് ചെയ്യുന്നത്? ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ ഒരു ആത്മീയമായ ഒരു ഫിലോസഫിയൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് എങ്ങനെയാണ്? ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് യാതൊരു വസ്ത്രവും ഇല്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവൻ അണിയുന്ന വസ്ത്രങ്ങളാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും അത് ഈ ഭൂമിയിൽ നിന്നാണ് അവൻ എടുത്തണിയുന്നത്. അതിപ്പോൾ ആരിട്ട് കൊടുക്കുന്നതാണെങ്കിലും അത് ഭൂമിയിൽ നിന്ന് പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അവൻ പരിപൂർണ നഗ്നനാണ്. ഒരു യോഗി നഗ്നനാവുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാത്തരം ലൗകിക ബന്ധനങ്ങളും ഉപേക്ഷിച്ചു എന്നുകൊണ്ടുകൂടിയാണ്. ലജ്ജയില്ല, അഹങ്കാരമില്ല, സുഖം അല്ലെങ്കിൽ ദുഃഖം അങ്ങനെയുള്ള എല്ലാത്തരം വികാരങ്ങളിൽ നിന്നും ലൗകിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിക്കാതെ നടന്നാൽ നമുക്ക് നാണക്കേട് തോന്നുമ്പോഴാണ്. അതായത് വസ്ത്രമിടാതെ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്കിടയിലൂടെ വിവസ്ത്രനായിട്ട് പോവുക, ഓഹ് നാണക്കേട് എന്ന് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ആ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലെ ലജ്ജ എന്ന വികാരം കൊണ്ടാണ്. എല്ലാ ലൗകിക ബന്ധനങ്ങളെയും ഉപേക്ഷിച്ച ഒരു യോഗിക്ക് ലജ്ജ എന്ന വികാരം ഉണ്ടാകില്ല, അയാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല, ഞാനെന്ന ഭാവം ഉണ്ടാവില്ല, അയാൾക്ക് സുഖമോ ദുഃഖമോ തോന്നില്ല. അയാൾ അത്തരം ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുമെന്നതാണ്. ഹിന്ദു തത്വചിന്തയിൽ വസ്ത്രങ്ങൾ മായയുടെ അല്ലെങ്കിൽ മിഥ്യയുടെ ഭാഗമാണ്. അവ ഉപേക്ഷിക്കുക എന്നാൽ ശരീരവുമായിട്ടുള്ള താതാത്മ്യം ഉപേക്ഷിക്കുക എന്നുകൂടിയുണ്ട് അർത്ഥം. അവർക്ക് മറയ്ക്കാൻ ഒന്നുമില്ല, സംരക്ഷിക്കാൻ ഒന്നുമില്ല, സ്വന്തമാക്കാനും ഒന്നുമില്ല. വളരെ സാത്വികമായ ജീവിതം, പരിപൂർണമായും സാത്വിക ജീവിതം നയിക്കുന്നവർക്ക് ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനുമില്ല, ആരെയും ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല, ആരിൽ നിന്നും ഒന്നും നേടാനുമില്ല, ഒന്നും സ്വന്തമാക്കാനുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരം ഒരു ജീവിതം നയിക്കുന്നത്. അല്ലാതെ പണമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് വസ്ത്രം ധരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടോ അല്ല. പണം ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും സമ്പത്തും വേണ്ടപ്പെട്ടതും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഒരാൾ അത്തരം ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അത് ആത്മീയതയുടെ മറ്റൊരു തലമാണ്. പക്ഷെ ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയ ബ്രിട്ടീഷുകാർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവര് ഇന്ത്യയിലെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ, ജൈന സന്യാസിമാരും നാഗസന്യാസിമാരും വിവസ്ത്രരായിട്ടുള്ള യോഗികളുമൊക്കെ അപരിഷ്കൃതരാണെന്ന് കരുതി. പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അഗാധമായ ജ്ഞാനമുള്ള മനുഷ്യരായിരുന്നു അവരെന്ന്. ഇത്തരം യോഗിമാര് വസ്ത്രം ധരിക്കാതെ നടക്കുന്നതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. പ്രകൃതിയുമായും അല്ലെങ്കിൽ ദൈവവുമായും ആ മഹാശക്തിയുമായിട്ട് ഏകത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. യോഗികൾ അത്തരത്തിലാണ് വിശ്വസിക്കുന്നത്. ദൈവമാണ് ശരീരത്തെ സൃഷ്ടിച്ചത്, അത് വളരെ പവിത്രമാണ്. നഗ്നത എന്നത് അതിനാൽ തന്നെ സ്വാഭാവികമാണ്. ആ രീതിയിൽ ജീവിക്കുന്നത് ഭയമോ ലജ്ജയോ ഇല്ലാതെ പ്രകൃതിയുമായുള്ള പൂർണ്ണമായ ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ആ ഒരു തത്വചിന്ത എന്ന് പറയുന്നത്. സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, വസ്ത്രങ്ങൾ സാമൂഹിക സ്വത്വത്തെ അല്ലെങ്കിൽ വർഗം, മതം, സമ്പത്ത് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ യോഗിമാർ തീരുമാനിക്കുന്നതാണ്. നഗ്നനായ ഒരു യോഗി അഹംഭാവം ഉപേക്ഷിച്ച് മനുഷ്യനിർമ്മിതമായ എല്ലാ വിഭജനങ്ങളെയും നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാരെ കൊണ്ടും സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യവുമല്ല. അഘോരി സന്യാസിമാര്, നാഗസന്യാസിമാര് അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഭയം, ലജ്ജ അല്ലെങ്കിൽ അഹംഭാവം ഇതിൽ നിന്നൊക്കെ മുക്തരായവരാണ്. മരണത്തെയും അതുപോലെ ശരീരത്തിന്റെ ഭയത്തെയും കീഴടക്കാൻ വേണ്ടി പലരും ശ്മശാനങ്ങളിലാണ് ധ്യാനിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുപാട് ഡീപ്പായിട്ടുള്ള ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ യോഗികളും ഇങ്ങനെ ആകണമെന്ന് നിർബന്ധവുമില്ല, എല്ലാ യോഗികളും ഇങ്ങനെ അല്ല. ഇങ്ങനെ ആകാത്തത് കൊണ്ട് ഒരാൾ യഥാർത്ഥ യോഗിയൊന്നും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഇത് ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ജീവിതമാണ് ഓരോ സന്യാസിമാരും തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നമ്മുടെ ത്രല്ലങ്ക സ്വാമിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം 200 മുതൽ 300 വർഷം വരെ ജീവിച്ചിരുന്ന ഒരു സന്യാസിയാണ്. അതിനുശേഷമായിരിക്കാം അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പലർക്കും ജീവൻ തന്നെ എന്ന് വെച്ചാൽ നഷ്ടമാകുമായിരുന്ന ജീവൻ, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയിരുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുത കഥകൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. 2-3 നൂറ്റാണ്ടിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനിടയിൽ നടന്ന കാര്യങ്ങളാണ് ഇവയിൽ പലതും റെക്കോർഡഡ് ഹിസ്റ്ററിയാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ളത്. സോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ അത്ഭുതകരമായ കൂടുതൽ കഥകളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. തൽക്കാലം നിർത്തുന്നു. ബൈ.